പരിശുദ്ധ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ പൽക്കാലമാണ്. രാജാവ് മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഏഷ്യാവ് കണ്ടു. ഇന്ന് പൽക്കാലം നമ്മുടെ ആത്മകണ്ണുകളെ തുറന്ന ഒരാത്മതലം ആമേൻ തുറന്നു വരും. ഉയരങ്ങളിലുള്ളത് പ്രാപിക്കുവാൻ കഴിയും. യേശുവിന്റെ ആത്മകണ്ണ് തുറന്നപ്പോൾ താൻ ആരെന്ന് തനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. തന്റെ ആത്മതലം, താൻ നിൽക്കുന്ന മണ്ഡലം, താൻ എങ്ങനെയായിരിക്കും ഒരു വ്യക്തി എന്ന് തനിക്ക് തന്നെ മനസ്സിലായി. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വാസിക്കുന്ന ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഓരോ നാവുള്ള മനുഷ്യനെന്ന് തനിക്ക് മനസ്സിലായി. തന്നേൽപ്പിച്ചുകൊടുക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പൽക്കാലം ദൈവവചനത്തിന്റെ മുന്നിൽ നമ്മെ തന്നേൽപ്പിക്കണം. കർത്താവിനോട് സംസാരിക്കണമേ. അവിശുദ്ധ ദൈവവചനം പറയുമ്പോൾ എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരണം. ഞാൻ അതിനെന്നായി ഏൽപ്പിക്കുക. ഞാൻ വീട്ടിൽ ഭവനത്തിൽ ഒരു വിടുതൽ നടക്കണം. ഞാൻ അനവധി വിഷയങ്ങളുടെ നടുവിലായിരിക്കുകയാണ്. ഞാൻ ചില വേദനയുടെ അനുഭവങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ആലയത്തിൽ കടന്നു വന്നത്. ഞാൻ ചെല്ലുമ്പോൾ എന്റെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകണം. ഇതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രകാരം ചെയ്യുക തന്നെ ചെയ്യും. അതിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഗാഠപ്പെടുത്താണ്ട് നിങ്ങളുടെ ഉള്ളങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളുടെ വേദനകളെ കാണുന്ന ഒരു കർത്താവുണ്ട്. അത് മനുഷ്യരായി കണ്ടില്ലെങ്കിലും ആ ഹൃദയത്തിന്റെ തുടിപ്പുകളെ പോലെ തിരിച്ചറിയുന്ന, ആ നെടുവീർപ്പുകളെ പോലെ കാണുന്ന ഒരു കർത്താവ് ഇന്ന് പ്രകാരമുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് അപ്പൊ ഞാൻ നിന്റെ സന്ധിയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെ നെഞ്ചേതാക്കുകയും നിന്റെ സർവ്വ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ എന്നെ യോഗ്യത ഉള്ളവനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇത് വർക്കത പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ യേശുവിന്റെ രക്തത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആമേൻ ഒരു ഹാലിലെ ശക്തികൾക്ക് ലോകപരമായി എന്നെ വേണ്ടിയാകുന്ന ഒന്നിനും എന്നെ തൊടുവാൻ കഴിയത്തില്ല. യേശുവിനെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ കന്യം, യേശുവിന്റെ രക്തത്തിന്റെ കന്യം ഞാൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു. ഇത് വർക്കാൽ ഈ സത്യ വേദപുസ്തകത്തിൽ പറയുന്ന ഓരോ വചനങ്ങളും ഞാൻ ആ വചനങ്ങളെ വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ഒരു സൗഖ്യമുണ്ട്. ഇത് വർക്കാൽ അതെന്റെ മേൽ വെളിപ്പെടും. തലമുറ പാർത്തവരെ ദൈവത്തിന്റെ പ്രസൻസ് നടക്കട്ടെ. ഹല്ലേലൂയ. ദാരിദ്ര്യങ്ങൾ മാറിപ്പോട്ടെ, പട്ടിണികൾ മാറിപ്പോട്ടെ. എന്നും ദാരിദ്ര്യം അനുഭവിക്കുന്നവനായിട്ടല്ല കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്ന ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ അബ്രഹാം ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഹല്ലേലൂയ ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച അബ്രഹാം സമ്പന്നനായി തീർന്നു, വിശ്വാസത്തിന്റെ പിതാവായി തീർന്നു. നിങ്ങൾ ഒന്നുമില്ലാതെ അവൻ ഇറങ്ങി പുറപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ കർത്താവ് ചില അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കപ്പെടുവാൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ യേശുവേ അങ്ങ് വെച്ചിട്ടുള്ള അനുഗ്രഹം എനിക്ക് വേണം. ലോകത്തിന് മുമ്പിൽ കൈ നീട്ടാതെ, ഞാൻ രക്ഷിക്കാതെ, പരിശുദ്ധാത്മാവേ അങ്ങ് തരുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും അത് നിലനിർത്തുവാനും എന്നെ ശക്തീകരിക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. വലത് കരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. അവിശുദ്ധ കർത്താവിന്റെ കരങ്ങൾ കൊടുക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൂതന്മാരിൽ ഇറങ്ങി ഈ ആലയത്തിനകത്ത് ശുശ്രൂഷിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. അവിശുദ്ധന്റെ നാമത്തെ ഹൃദയത്തെ ശബ്ദത്തെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. താൻ വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആത്മാവിന്റെ തേജസ് സകലവരെ മുടുവാൻ പരിശുദ്ധ ഓരോ ഉള്ളങ്ങളോട് സംസാരിക്കുവാൻ, മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ
യേശുവേ ദൈവസഭയെ ഭരിക്കുന്ന ആമേൻ എല്ലാ പ്രശ്നങ്ങളും ദൈവജനത്തെ തളർത്തുന്ന രോഗങ്ങളും ഭാരങ്ങളും സാമ്പത്തിക തളർച്ചകളും ആത്മീക മണ്ഡലത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ അവരെ തളർത്തുന്ന മേഖലകളെ വിട്ട് ഇന്ന് പൽക്കാലം തിരുസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ നാട്ടുകളിൽ അത് വെളിപ്പെടിയാൽ സ്തോത്രം ചെയ്യുന്നപ്പ അത് തുടർന്ന് ശുശ്രൂഷിക്കാൻ നന്ദി അഭിഷേകത്തിന് ഉപയോഗിക്കാൻ സ്തോത്രം പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും ഈ നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും യേശു സ്നേഹോദരത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പകൽ നമുക്ക് ദൈവത്തിന് വലിയ പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോടുള്ള വലിയ നവീകരണ സാന്നിധ്യം ആരാധന വേളയിൽ ഇറങ്ങി പരിശുദ്ധാത്മാവ് ശരിക്കുന്ന കാലമായിട്ട് ആ സാന്നിധ്യം അതുകൊണ്ട് അത് തന്നെ ഒന്ന് പിടിക്കണം. ചിലത് ഇറങ്ങി സ്തോത്രം ഈ ദൈവവിളി നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേലുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ട്. ദൈവിക പരിപാലനം നമ്മുടെ മേലുണ്ട്. നമുക്ക് ആരും ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവം വിളിയുള്ളവർക്ക് ചിലപ്പോൾ ചില പരീക്ഷകൾ നേരിട്ടിരിക്കാം. ചില പരിശോധനയ്ക്കകത്തൂടെ കടന്നുപോയി നടന്നിരിക്കുകയാണ്. പക്ഷെ കർത്താവ് ആ മേഖലയിൽ അവൻ ഒറ്റയ്ക്കാകുന്നില്ല. കർത്താവ് പറയുന്നത് പരിശോധനകൾ എത്ര ഉയർന്നാലും നിങ്ങൾ പ്രതീക്ഷിച്ചവർ നിങ്ങൾ എത്ര നിങ്ങൾ അകന്നു മാറിയിരുന്നാലും നിങ്ങളെ ഏറ്റവും അരികിൽ ഇറങ്ങി വരുന്ന ഒരു യേശു. ആ യേശുവിന്റെ സംരക്ഷണയും പരിപാലനവും ചെറുതല്ല എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ഈ പകൽ നീ സഹായിക്കും. നാളെയല്ല ഈ പകൽ. കാരണം കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും ഇന്ന് പറയുക. കഴിഞ്ഞ രാത്രി അതുപോലെ ഒരിക്കൽ കൂടി പറയട്ടെ. സ്തോത്രം. ഏലിയാവിനെ ഓർത്ത ദൈവം നമ്മെ ഓർക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-8 വാക്യത്തിലേക്ക് പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം ഏലിയാവിനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നുക, നിനക്കൊരു ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. എഴുന്നേറ്റ് തിന്നുക, നിനക്കൊരു ദൂരെ യാത്രയുടെ സമയമാണ്. നീ ബലം പ്രാപിക്കണം. എന്താണ് കാരണം? നിനക്കൊരു യാത്ര. ഈ മനുഷ്യന് പറയുവാനുള്ളത് മതി ഹോബി മതി. ഈ മനുഷ്യന് പറയാനുള്ളത് ഞാൻ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. ഈ മനുഷ്യന് പറയുവാനുള്ളത് എന്നെ ശുശ്രൂഷ ചെയ്യുന്നത് മതി, ഞാൻ ഭൂമിയിൽ ജീവനോടെ ഇരുന്നത് മതി, എന്നെ എടുത്തോളണം. മുറിവേറ്റ ഒരു പ്രാർത്ഥന. ഇതാണ് ഏലിയാവിന്റെ അപേക്ഷ. താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും തനിക്ക് ലഭിച്ചതെല്ലാം വെല്ലുവിളിയാണല്ലോ എന്നൊരു നിരാശയും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ സന്തോഷിക്കുവാൻ കഴിയാത്ത ധാരാളം മുറിവുകൾ തന്റെ അകത്തുണ്ട്. മുറിവേറ്റ ഒരു ഏരിയ, പുറത്തുള്ള മുറിവല്ല, അകത്താണ് ഏരിയാവിന്റെ മുറിവ്. ഇതിന്റെ നടുവിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ താൻ പറയാണ് മതി.
നിങ്ങളെല്ലാം ചേർത്ത് മതി എന്ന് തോന്നിയെങ്കിൽ അവിടെ ഒരാരംഭം കുറിക്കാൻ പോവുകയാണ്. അത് മനുഷ്യരാണല്ല, ദൈവത്താണ്. മുറിവേറ്റ എല്ലാ മേഖലകളിലും ആരൊക്കെ മുറിവുകളിലൂടെ കടന്നുപോയോ അവിടെയെല്ലാം ഇറങ്ങി വന്നത് മനുഷ്യകരമല്ല, ദൂതന്മാരാണ്. നിങ്ങൾ അർത്ഥപ്രാണായി തീരുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന മുറിവുകൾ, ഞാൻ പറയുന്നത് പുറത്തെ മുറിവല്ല, അകത്തുണ്ടാകുന്ന മുറിവുകൾ, പുറത്തെ മുറിവുകൾ മനുഷ്യൻ കാണാൻ കഴിയും. അതിനും ദൈവം മുറിവ് കെട്ടും, എണ്ണ വെട്ടിക്കും, ശമിപ്പിക്കും, എല്ലാം ചെയ്യും, സത്യം എത്തിക്കും. വല്ലതും അധികം ചിലവഴിച്ചാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് യേശു കടന്നുപോയി. നഗ്നശരീരക്കാരനായ യേശുവിന്റെ തല അവിടെ കാണാൻ കഴിയും. ഇത് പുറത്തുണ്ടായിരുന്ന മുറിവാണ്. ഈ മുറിവാണ് ഞാൻ ഈ പകൽക്കാലങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മനുഷ്യന് അകത്ത് ചില മുറിവുണ്ട്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ, എന്റെ ജീവിതത്തിൽ വേദന വന്നു പോയല്ലോ, ഞാൻ ആരുമില്ലാത്തവരായി തീർന്നല്ലോ, ഞാൻ ഒരു അനാഥനെ പോലെ ആയല്ലോ എന്ന് പറയുന്ന മുറിവുകൾ. ചോദിക്കുന്നത് അങ്ങനെയുള്ള മുറിവുകളുണ്ടോ? ധാരാളമുണ്ട്. നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ അങ്ങനെയുള്ള ചില മുറിവുകളെ കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ അവരുടെ ദേശം വിട്ട്, മാതാപിതാ ബന്ധങ്ങൾ വിട്ട്, അടിമയായി പിടിച്ചുകൊണ്ടുപോയ ചില മുറിവുകൾ. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം ആദ്യം നോക്കാം അല്ലേ? ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം എഴുതി പോകാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ ചിന്തിക്കും ബൈബിളിലെല്ലാം ഉണ്ടോ എന്ന്. ദാനിയേൽ 1:15 എഴുതി വായിച്ചോ. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന മുഖത്തേക്കാൾ അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അവിടെ മുഴുവൻ അറിയണം. 7, 8, 9, 10 വായിച്ചു. ഷണ്ഡോനിവൻ അവർക്ക് പേരിട്ടു. ദാനിയേലിനെ അവൻ ബെൽശസ്സറെന്നും ഹനന്യാവിന് ശദ്രക്കെന്നും മീശായേലിന് മേശക്കെന്നും അസര്യാവിന് അബേദ്നെഗോ എന്നും പേർ വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ട് തന്നെ താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെട്ടു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടെ നേരം ഒത്തു നോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിനും അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ഒരു ഭാഗത്ത് ഭക്ഷണം ഒരുക്കി പാനം ചെയ്യുന്നവന്റെ അകത്തൊരു മുറിവുണ്ട്. ഈ 4 ഭാരന്മാരും മെലിഞ്ഞു കണ്ടാൽ സ്വന്തം അതിന്റെ മേലാധിപതിക്ക് പ്രശ്നം. അവിടെ മുകളിൽ രാജാവ് കൽപ്പനയാ രാജകീയ ഭോജനം കൊണ്ട് ശരീരത്തെ അശുദ്ധമാക്കത്തില്ലെന്ന് തീരുമാനമെടുത്ത ദാനിയേൽ. അതിന്റെ പേരിൽ മുറിവ്. ഒരു പക്ഷെ മെലിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പരിപ്പും പച്ചവെള്ളം ശാപമാർത്ഥം മതിയെന്ന് അവർ തന്നെ അവിടെ ആഹാരത്തെ കുറിച്ച് ക്രമീകരണം വരുത്തിയിരിക്കുകയാണ് 4 ഭാര്യമാർ. മറുഭാഗത്ത് അവർക്ക് വേണ്ടി രാജകീയ ഭോജനം ഒരുക്കി അവരെ ഭക്ഷണം കഴിപ്പിച്ച് 3 സംവത്സരം അവരുടെ ഭാഷ വിദ്യ, അവരുടെ അഭ്യാസം, അവരുടെ യുദ്ധാഭ്യാസം എല്ലാം അഭ്യസിപ്പിച്ച് വിദ്യാർത്ഥി സകല വിദ്യയും പഠിപ്പിച്ച് പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ നടുവിൽ ഇവരെ കൊണ്ട് ഈ പ്രാക്ടീസ് എല്ലാം ചെയ്ത് പഠിപ്പിച്ചു വരുമ്പോ അവർക്ക് നല്ല വിശപ്പും ക്ഷീണവും ഉണ്ടാകും. അപ്പൊ അതിനുള്ളത് രാജകീയ ഭോജനം വീഞ്ഞൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. എന്നാൽ ബഹുവാദിയും പക്ഷെ അവിടെ അകത്ത മുറിവുകൾ എന്ന് ചോദിച്ചാൽ ഇത് രാജാവ് കഴിച്ച് നിയമം മറക്കുന്ന, അവൻ ലഹരി പിടിച്ച് ഉറങ്ങുന്ന, അവരെ ഉറക്കുന്ന, നിയമം മാറ്റിക്കളയുമെന്ന് സംശയപുസ്തകം എഴുതി വെച്ചിരിക്കുന്ന പോലെ ദാനിയേലും അതേ തന്റെ കൂട്ടരും വ്യത്യസ്തരായി. ഇതിന്റെ നടുവിൽ ഇതിനെല്ലാം ഉത്തരവാദപ്പെട്ടവൻ അവന്റെ അകത്തിൽ മുഴുവൻ രാജാവ് അറിഞ്ഞാൽ എന്തായിരിക്കും. അതുകൊണ്ട് ദാനിയേൽ പറയുന്നത്
കഴിഞ്ഞപ്പോൾ അവനെ പരിശോധിച്ചു. 15 വായിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവന്റെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരും. ശ്രദ്ധിക്കണേ, രാജകീയ ഭോജനം, ഈ ലോകത്തിലെ ആഹാരം കഴിച്ച് നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാൻ കർത്താവിനെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. പക്ഷേ ചിലരൊന്നും ചില ഭക്ഷണം കഴിക്കുക, ഞാൻ ഇവരെ കഴിക്കത്തുള്ളൂ, ഭയങ്കര വാശി പിടിക്കും അല്ലെ? ഇതുപോലെ നമുക്ക് പറയാം, വാശി പിടിച്ച 3 ബാലന്മാർ. അവർ ചുമ്മാ വാശി പിടിച്ചതല്ല, അവർ യഹോവയുടെ മുമ്പാകെ തങ്ങളുടെ ശരീരത്തെ അശുദ്ധി ഒഴിപ്പാൻ കൊടുക്കത്തില്ല. ഞങ്ങൾ വിശുദ്ധി നിൽക്കും, വിശുദ്ധരെ വിശുദ്ധിയിൽ ആരാധിക്കും. തീരുമാനമെടുക്കും, അവരെല്ലാം മാറ്റിയിരിക്കും. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവാണെങ്കിൽ അവിടെ ആ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും അവരുടെ വ്യത്യാസം കാണുന്നത്. അടുത്തത് ശ്രദ്ധിക്കണേ, അവർ എങ്ങനെയുള്ളതായിരിക്കുന്നു? ഇപ്പോ നിപുണന്മാരാണ്, 2 അഴകുള്ളവരാണ്. മാംസപുഷ്ടിയുള്ളവരെന്ന് കണ്ടു. ഇവിടെ രാജാവിന്റെ ഭോജനം കഴിച്ചവര് ക്ഷയിച്ച് കാണുമ്പോ ഇവരെ നിപുണന്മാരായി, മാംസപുഷ്ടിയുള്ളവരായി, അഴകുള്ളവരായി കാണുകയാണ്. 3 വ്യത്യാസം സ്വന്തം തീരുമാനമെടുത്തവരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അടുത്തത് അങ്ങനെ അതിന്റെ മേലധികാരിയായ മെൽസസ് എന്ന പേരുള്ള മനുഷ്യൻ രാജഭോജനവും അവർ കുടിക്കേണ്ട വീഞ്ഞും ഇവർക്ക് മുടക്കി അല്ലെങ്കിൽ നീക്കി കളഞ്ഞു. നിങ്ങൾ ഇനി അത് ഉപയോഗിക്കേണ്ട, നിങ്ങൾ സ്വന്തം ശാഖ കഴിച്ചോ. ശരി, 3 സംവത്സരം കഴിഞ്ഞു. ഈ സമയം നിൽക്കാൻ പറ്റില്ല, എനിക്ക് അടുത്ത വേഗത്തിലേക്ക് പോകണം. 3 സംവത്സരം കഴിഞ്ഞു. എന്താ സംഭവിച്ചു നോക്കാം. 20-ാം വാക്യം. രാജാവ് അവരോട് ജ്ഞാനവിവേകസമ്പന്നമായി ചോദിച്ചതിലൊക്കെയും അവനെ തന്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും അത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ഇവർ എങ്ങനെയുള്ളവരെ കണ്ടു? ഞങ്ങൾ ഇന്ന സാധനം കൊണ്ട് അല്ലെങ്കിൽ ആഹാരം കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ അശുദ്ധമാകത്തില്ല. ഇതാണ് തീരുമാനിച്ചു. ഇവർ ദേശത്തിലെ സകല മനുഷ്യരിൽ ആഭിചാരന്മാരുണ്ട്, മന്ത്രവാദികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം വ്യത്യസ്തമായി 10 ഇരട്ടി വിശിഷ്ടരുണ്ട്. 10 ഇരട്ടി വിശിഷ്ടരുണ്ട്. ആരാധിക്കുന്ന ദൈവവേദനെ, മുട്ടുമടക്കുന്ന ദൈവവേദനെ, ദൈവം അന്വേഷിക്കുന്ന ദൈവവേദനെ, നീ 10 ഇരട്ടി വിശിഷ്ടം. ഇതിനാണ് യേശു ഒരു ദേശത്ത് നിന്ന് ചെറുത്താൻ വിട്ടുപോയതിനു ശേഷം നീരില്ലാത്ത സ്ഥലം ചുറ്റി നടക്കും. അവൻ എന്ത് ചെയ്യും? കുറേ ദിവസം തിരിച്ചു വരും. എത്ര ചേർത്ത്? അത് പിന്നെയാണ് അല്ലെ? ഓക്കെ, അടിച്ചു വാരി വൃത്തിയാക്കിയത് കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നെക്കാൾ ഉത്തരം 7 പേരെ ചേർത്ത് വരുമ്പോ ഇവിടെ വരുമ്പോ എത്ര എങ്ങനെ ചെയ്യണം? 10 ഇരട്ടി ആത്മാവിൽ മനസ്സിലാക്കുകയാണോ? 10 ഇരട്ടി അഴകുള്ളവരായി കണ്ടുവന്നത് ചുമ്മാതെ അല്ല. ആത്മാവിൽ അഭിഷേകത്തിൽ കൃപാവരങ്ങളിൽ ജയത്തിൽ അവൻ ജയാളിയാണ്. 10 ഇരട്ടി. നമുക്ക് പ്രാർത്ഥിക്കുന്നവരോട് പരാജയപ്പെടുന്നതല്ല, അവൻ 10 ഇരട്ടി പ്രാപിക്കുന്നത്. ഓ 3 സംവത്സരം ബൈബിൾ കോളേജിൽ പഠിച്ചവർ ഇപ്പോ 10 ഇരട്ടി വരിക എന്നല്ല കാണുന്നത്. 3 സംവത്സരം മുസ്ലിമിന്റെ അടിമത്തിലേക്ക് അടിമകളായി പിടിച്ചുകൊള്ളുന്ന ഇവർക്ക് എന്തൊക്കെ നഷ്ടം? അമ്മയപ്പന്മാർ നഷ്ടം. ശ്രദ്ധിച്ചു കേട്ടോ, ദേശം നഷ്ടം. ദേശത്ത് ഓരോന്ന് കളിച്ചവരാ ആ വാന്മാരെ പിടിച്ചുകൊണ്ട് വന്നത്. സ്വതന്ത്രം എല്ലാം നഷ്ടം. പക്ഷേ നഷ്ടപ്പെടാത്ത ഒന്നുണ്ടാവില്ലേ? ചെല്ലുമ്പോഴത്തെ ദൈവം. ആരാധനല്ല ഞാൻ, ആശേരനേരല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. അത്യുന്നതൻ തന്തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ. നാളെ
രാജകൊട്ടാരത്തിന് സ്ഥാനവും മാനവും ഉണ്ടാകും. അവർക്ക് മനസ്സിലായി, അങ്ങനെ ഞങ്ങൾ ഭക്ഷിച്ചതിന്റെ പുറകെ പോയാൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ ലഭിക്കാം. പക്ഷേ ഞങ്ങൾ യഹോവയോട് പറ്റിയിരുന്നാൽ അവൻ ഞങ്ങളെ ഉയർത്തും. അത് മനസ്സിലാക്കിയ നാല് ബാലന്മാർ ആ രാജാവിന്റെ ഭോജനം കൊണ്ട് തങ്ങളെ അശുദ്ധമാക്കത്തിന് തീരുമാനമെടുക്കുമ്പോൾ അവർ യഹോവയോട് പറ്റിയിരിപ്പാനെടുത്തു. അവർ എങ്ങനെയുള്ള കണ്ടു? ഭൂമിയിലുള്ള, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരിൽ വെച്ച് 10 ഇരട്ടി അഴകുള്ളവരായി കണ്ടു. ഒരിക്കലും വായിക്കുന്ന വാക്യം, രാജാവ് അവരോട് ഞാൻ വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവനെ തന്റെ സകല രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും രാജ്യത്തിലെല്ലായിടവുമുള്ള സകല മതക്കാരും ഭാഷക്കാരും എല്ലിലുണ്ട്. അവരെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരുകൾ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ വായിച്ചോ. സകല മന്ത്രിവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. 10 ഇരട്ടി. പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ ശരിക്കും മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവൻ നമ്മുടെ മുകളിലല്ല, നാം പ്രാർത്ഥിക്കുന്നവൻ അവന്റെ മുകളിലാണ്. പ്രാർത്ഥിക്കുന്നവൻ അവന്റെ മുകളിലാണ്. ഇന്ന് ചിലർ പ്രാർത്ഥിക്കും, ചില കാര്യങ്ങൾ സമയമെടുക്കും. ഇന്ന് ചിലരൊക്കെ പൊട്ടാൻ പോവുകയാണ്. ചില മുഖത്തിന്റെ കെട്ടുകൾ പൊട്ടും. ചില മുഖത്തിന്റെ കെട്ടുകൾ പൊട്ടും. ചില മുറിവുകൾ ഇന്ന് കെട്ടപ്പെടും. ചിലരുടെ വേദനകൾക്ക് ആശ്വാസം ഉണ്ടാകും. ചില മേഖലകൾ തീയിറങ്ങും. ചില അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ചില കുടുംബങ്ങളുടെ ശൂന്യത മാറും. ചില വ്യക്തികളെ കെട്ടി ഒതുക്കിയ മേഖലയിൽ നിനക്ക് തീരുമാനമെടുക്കുന്ന കയറാൻ കഴിയുമെങ്കിൽ ഞാൻ പറയും, നീ ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ദൈവം ആരെന്ന് നിന്റെ ജീവിതത്തിൽ പറഞ്ഞതുപോലെ 10 ദിവസം പരീക്ഷിച്ചു നോക്കാം. 10 ദിവസത്തിനകത്ത് ഞാൻ മുമ്പ് പറയുമായിരുന്നു പ്രാർത്ഥിക്കുവാൻ. 10 ദിവസം സകല മനുഷ്യരോട് പറയും പ്രാർത്ഥിക്കുക. പിന്നെ നീ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. കാരണം അറിയാമോ, 10 ദിവസം നീ പ്രാർത്ഥിച്ചിട്ട് നന്മ കണ്ടില്ലെങ്കിൽ പിന്നെ നീ പ്രാർത്ഥിക്കാനേ പോകരുത്. പ്രാർത്ഥിക്കുന്നവർ 10 ദിവസം ആകുമ്പേ വ്യത്യസ്തരായി മാറും. 10 ദിവസം കഴിയുമ്പോ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അഴക് കാണുവാൻ തീർന്നു. നീവിടെ കാണുവാൻ കഴിഞ്ഞു. അവൻ ബലത്തിന്മേൽ ബലം പ്രാപിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. അവന്റെ മുമ്പിൽ എന്താണ് തടസ്സമായിരുന്നോ ആ ബാധ 10 ദിവസം കൊണ്ട് നീങ്ങി കഴിഞ്ഞു. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ദൈവമായതിനെ നീ പരാജയപ്പെട്ട ജീവിതമല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തി ജയിച്ചു പുറത്തു വരും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ധാരാളം വെല്ലുവിളിയുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. അതാണ് പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും മുകളിലേക്ക് പോയ മനുഷ്യൻ. ഞാൻ തിരിച്ചു വരട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ഇവന് മുമ്പിൽ, ഏലിയാവിന് മുമ്പിൽ നടന്ന ഒരു മനുഷ്യനുണ്ട്. ഹോരേബിൽ വെച്ച് ദൈവശബ്ദം കേട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് മോശ എന്ന പേര്. നമുക്ക് നോക്കാം, ശരിയാണ് നോക്കണ്ടേ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 34-28. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. എന്തിനായി ഏലിയാവിനെ ഹോരേബിലേക്ക് അയച്ചത്? ആദ്യത്തെ സഭ നടന്ന ഭാസുന്ന മോശമുണ്ടല്ലോ, ദൈവജനത്തെ അടിമതത്തിൽ പുറത്തെടുത്ത മോശമുണ്ടല്ലോ, അവൻ ഹോരേബിലായിരുന്നു. തീയുടെ അടിയിൽ പ്രാപിച്ച പ്രമാണങ്ങളുണ്ട്. ആ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും നിന്റെ കയ്യിൽ തടവെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ഒരു ഹോരേബി നിയമം ഉണ്ടാവുന്നത് ഉറപ്പാണ്. അവരുടെ ഹോരേബിൽ പർവ്വതത്തിന് മുകളിൽ 40 ദിവസം ഇരുന്നെങ്കിൽ ഇവിടെ ഒരു ഏലിയാവും 40 പകലും 40 രാവും നടന്ന യാത്രയാണ് ഹോരേബിലേക്ക്. മനസ്സിലായില്ല? ചിലർക്ക് വരാണ്ട് നോക്കിയത് വാദം.
പേടിക്കണമെന്നേ. ഓരോ പലപ്പോഴും വെളുപ്പിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, കർത്താവ് ഇതെന്താ ഈ പരിപാടി? ആ ഹോരേബിൽ വരണം, എന്റെ സ്ഥാനത്ത് ഇരിക്കണം. യേശു പറഞ്ഞില്ലേ മാർക്കോസ് 3:13, അവൻ ചിലരെ വിളിച്ചു, അവരോടുകൂടെ ഇരിപ്പാനും. വായിച്ചോ മാർക്കോസ് 3:13. ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് വായിച്ചു ഞാൻ ബൈബിളിൽ പോവാൻ വീണ്ടും വായിച്ചോ. മാർക്കോസ് 3:13. അവന്റെ അരികിൽ വന്നു, തന്നോടുകൂടെ ഇരിപ്പാനും അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകേണ്ടതിനും എത്ര പേരെ നിയമിച്ചു? 12 പേരെ നിയമിച്ചു. അപ്പൊ ആ ഒരിക്കൽ ഇരുന്ന് പ്രാപിച്ചത് കടന്നു വിളിച്ചാൽ വീണ്ടും ഇരുത്തു. നിങ്ങൾ വിടത്തില്ല. ചിലരായിരിക്കും ഞാൻ അവനെ ഓർക്കുകയില്ല. ആരാ പറഞ്ഞത്? ഇരമ്യാവ്. ഈ പുള്ളിക്കാരൻ പറയുകയാണ്, എന്റെ അകത്ത് തീയത്തും വരിയിരിക്കുന്നു. എവിടെ? അസ്ഥി വിടത്തില്ല. ചിലരും വിടത്തില്ല കേട്ടോ. ചിലരെ പിടിക്കുമെന്ന കർത്താവാണത്, ചിലരെ നിർത്തുമെന്ന കർത്താവാണത്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ വചനത്തെ ഒന്ന് ഏറ്റെടുത്താൽ ഇന്ന് പകൽ ചില മേഖലകൾ തീർന്നു. ഒരിക്കൽ നിങ്ങളുടെ മേൽ വന്ന ഹോരേബിന്റെ അനുഭവം നിങ്ങൾ പ്രാപിച്ച് നിങ്ങളുടെ മേൽ കരങ്ങളിൽ തന്നത് നഷ്ടപ്പെടുത്തിയ വീണ്ടും ഇരിക്കേണ്ടി വരും. അത് ഉറപ്പുള്ള സമയം, ഉറപ്പാണ്. നമുക്ക് നോക്കാം. ആവർത്തനത്തിലേക്ക് പോവാം. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 9, 10, 11 നോക്കിയാട്ടെ. ശരിയാണല്ലേ? ആവർത്തന പുസ്തകം 9 മുതൽ 10 വരെ. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകകളായ കൽപ്പനകളെ വാങ്ങുവാൻ അവൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലക യഹോവ എന്റെ പക്കൽ തന്നു. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വച്ചു തീയുടെ നടുവിൽ നിന്നു നിങ്ങളോട് അരുളി ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു. 40 രാവും 40 പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എന്റെ പക്കൽ നിയമത്തിന്റെ പലകകളായ ആ 2 കൽപ്പനകൾ തന്നത്. ശ്രദ്ധിക്കണം. ആദ്യം കൊടുത്തേ അതേ കൊടുത്തതാ. രണ്ടാമത് അടുത്ത കൂടി പറഞ്ഞു പുള്ളി കൽപ്പനയും കൂടെ എത്തി. ശരിയാണല്ലേ? അതെ. അടുത്ത പറയാണ്, ഈ കൽപ്പന എഴുതി കൊടുത്താൽ പോലെ 40 ചിന്തിക്കുന്ന കാര്യമുണ്ടോ? നേരത്തെ 40 ഇരുന്നതല്ലേ? പറഞ്ഞ ചിത്രമാണ്. നമ്മുടെ ആവശ്യം നിറവേറ്റാൻ പിന്നെ ഇരിക്കുമോ? ആവശ്യം നിറവേറ്റാൻ തമ്പുരാൻ നിയമിച്ച ദിവസത്തെ ഇരുത്തും. അതുകൊണ്ട് മോശമായാണ് 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കൽപ്പന കൈ കൊടുത്തത്. അവൻ ഇരിക്കുമല്ലോ, നോക്കുക. കാണിരിക്കുമോ? കൂടെ ഇരിക്കുമോ? സാന്നിധ്യം വഹിക്കുമോ? വിശപ്പ് കൂടിയ, ശീലം കൂടിയ, ശരീരം തളർന്നു പോയ, ബലഹീനനായ, മനസ്സിലായോ? നീ ദൈവകൽപ്പന പ്രമാണിക്കുമോ? നന്ന ശോധന ചെയ്യും. ഇതിനെയാണ് ഇസ്രായേൽ മക്കളെ ആ കൽപ്പന അനുസരിക്കോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചു വരിയിരിക്കുന്നത്. ആദ്യം പരീക്ഷിച്ച ഇസ്രായേൽ മക്കളെയല്ല, നടത്തേണ്ട ശുശ്രൂഷയായിരുന്നു. അങ്ങനെ മനസ്സിലായിട്ട് ഇപ്പോ അപ്പൊ നിങ്ങൾ ചോദിക്കും, എവിടെയാണ് പരീക്ഷിക്കും? എല്ലാവരും പരീക്ഷിക്കും. ഈ പരീക്ഷ ഇസ്രായേലില്ല. പക്ഷെ ദൈവം ആക്കി വെച്ച ശുശ്രൂഷയ്ക്ക് നിയമിച്ച ദൈവം ആക്കി വെച്ചതാണെങ്കിൽ ഞാൻ നോക്കിയപ്പോ ഏറെ പേരിലും ഈ ഹോരേബിന്റെ അനുഭവം കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു, ഞാനിങ്ങനെ ചെറിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരെയും വിശ്വാസികളെയും ദൈവം വിളിച്ചു വേർതിരിക്കുന്നവരെയും ദൈവം കരങ്ങൾ ഉപയോഗിച്ചവരെയും നോക്കിയപ്പോ ഇവരെല്ലാം ചിലർ ഞാൻ വ്യത്യസ്തമായ ചിലർ കണ്ടു എന്നതാണ് അറിയാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാതെയാണ്. ഈ ആവർത്തനം 9-18 വായിച്ചേ. ആവർത്തനം 9-18. പിന്നെ യഹോവയെ കേൾപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ
40 രാവും 40 പകലും വീട് കിടന്നു. അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. പിന്നെ യഹോവയെ കോപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അനിഷ്ടമായി ഇസ്രായേൽ മക്കൾ പാളയത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കി നല്ല ജയഘോഷത്തിന്റെ ആരാധന കഴിഞ്ഞപ്പോ മോശ കയ്യിരുന്ന കൽപ്പന 40 ദിവസം വെള്ളം കുടിക്കാതെ തിന്നാതെ കുടിക്കാതെ അവിടെ അല്ലേ തീറ്റിയില്ല കുടിയില്ല 40 ദിവസം. ഇത് കഴിഞ്ഞു കിട്ടിയ കൽപ്പനയാണ്. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതി കൊടുത്തതായിരിക്കുന്നേ. ഇതിനെ പയ്യ ഒരൊറ്റ കയറി ഇപ്പൊ 40 ദിവസം എഴുതിട്ടും പണ്ടത്തെ അവിവേകത പാസ്റ്ററെ 430 വർഷം ഇസ്രായേൽ മക്കൾ അവിവേകത മാറിയില്ലെങ്കിൽ പിന്നെ 40 ദിവസം ഇത് എങ്ങനെ മാറും പാസ്റ്ററെ? ഇപ്പൊ മനസ്സിലായത്? അതാ ഞാൻ പറഞ്ഞത്. എല്ലാ മേഖലയിലും ഞാൻ കണ്ടു. നീ മനസ്സിലാക്കണം. 430 വർഷം കഴിയുന്ന എണീച്ചുകൊണ്ടാ എങ്കിലും പിതൃത്വം മാറിയോ? ഇല്ലെന്നേ. അതുകൊണ്ടാ വായിച്ചോ. 1 Corinthians 1-2-3 വാക്യം. അവിടെ പറയുകയാണ് അവൻ പ്രസാദിച്ചില്ല. കാര്യം എന്താ? മോശെ അല്പാവിവേകത ആർക്കുണ്ടായി? ഇത് വരുന്നത് അതാണ്. ചില മുറിവുകൾ വരുമ്പോ പെട്ടെന്ന് അവിവേകം കൊണ്ട് ചാടിയ എഴുന്നേറ്റ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. പിന്നെ പറയുമോ സ്വാധീനം? പിന്നെ അവരുടെ കാര്യമൊന്നുമില്ല. അല്ല മനസ്സിലായത്? ചില വായിക്കും ഇത് പറയും എവിടെ കുഴപ്പമുണ്ട് അത് ഉറപ്പാണ്. നിയമങ്ങളുടെ മുമ്പിലാകട്ടെ അവിടെ എല്ലാം മോശ സൗമ്യനായിരുന്നു എന്നാ കാണുവാൻ കഴിയുന്നത്. പക്ഷെ എങ്കിലും ഈ പുള്ളിക്കാരി വല്ലാത്ത കോലാഹലം കണ്ടപ്പോ അവിവേകത കൊണ്ട് ആദ്യം വെളിപ്പെടുന്ന കൽപ്പന എഴുതിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് 2ാം പ്രാവശ്യം ഇരുന്നു എന്ന് മനസ്സിലായവർക്ക് ഈ ചില ആളുകൾ പ്രാർത്ഥി വിട്ടിച്ചിരുന്നു. ചെന്ന് കേൾക്കുകയും ആളുകൾ ചെന്ന് കയറുമ്പോ തന്നെ കാര്യം കേൾക്കുകയും ചെയ്തു. കേൾക്കുമ്പോ രണ്ടങ്ങ് പറയും അവിടെ തീരും. ഈ ഒന്നേ ദിവസമാണ് മനസ്സിലായില്ല. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ. അവിടേക്ക് വീട്ട വേറെ കാത്തിരിപ്പുണ്ട്. ഒരു മനുഷ്യനല്ല പറ്റുമെങ്കിൽ മൃഗന്മാരെന്നാ പറയുന്നത്. നിങ്ങളെ മാത്രമല്ല പ്രസംഗിക്കുന്ന എന്നെ താഴ്ത്താൻ നോക്കുന്നുണ്ടവൻ. ഹല്ലേലൂയ. കർത്താവ് ഓടിയ മോശയെ താഴ്ത്തുവാൻ നോക്കിയില്ലേ? അവനെ ആദ്യം പെട്ടെന്ന് കോപിഷ്ഠനാക്കി തകർത്ത് എറിഞ്ഞ് ഉടച്ചില്ലേ? രണ്ടാമത് വീണ്ടും ഈ മനുഷ്യൻ വീണ്ടും കടന്നു പോയത് 40 ദിവസം അവൻ വ്യക്തമായി എടുത്തു പറയുന്നു, അന്ന് ഞാൻ ഭക്ഷിക്കുകയോ തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ 40 ദിവസം ഇരുന്നു. അത് പ്രാപിച്ചു വന്നു. ഈ പുള്ളിക്കാരൻ ഇപ്പൊ നല്ല ഓർമ്മയുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാ എന്നെ താമ്പുരാ പിന്നെയും വിളിച്ചെന്നെ ഇരുത്തും. ഞാനോട് സൂക്ഷിച്ച കാര്യങ്ങൾ ചെയ്യാം. ഇതിനാ ഞാൻ പറഞ്ഞത്, ഒരിക്കൽ വീണവർക്ക് മാത്രമേ വീണവരുടെ മുഴുവൻ മനസ്സിലാകത്തുള്ളൂ. ഒരബദ്ധം പറ്റിയവർക്ക് മാത്രമേ അബദ്ധം പറ്റിയവരെ കുറിച്ചുള്ള വേദന ആരാധി കാണത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സകല അബദ്ധമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ശരിയല്ലേ? ഒന്നല്ലെങ്കിൽ വേറെ വിഷയത്തിൽ എത്ര അബദ്ധങ്ങൾ പറ്റിയതാ. പക്ഷെ വീണ്ടും മുറിവ് കെട്ടിയില്ലേ? എന്നെ വേണ്ടി ശ്രമിപ്പിച്ചില്ലേ? ഈ ദൈവം മനസ്സറിന്റെ മഹാദൈവമാ. ഏലിയാവ് പറയണം, മതി യഹോവേ മതി, ജീവനെ എടുത്തോളണം. എന്റെ പിതാക്കന്മാരെ ഒട്ടും ഞാൻ നല്ലവനേ അല്ല. ഈ മനുഷ്യർ പറയേണ്ട ഒരു കാര്യം ചെയ്യും. എനിക്ക് തിന്ന് കുടിക്ക്. എന്റെ ഭാഷയിൽ പറഞ്ഞ
ഈ മനുഷ്യനെ തിമേന്ന് വന്ന അപ്പോ 1 രാജാവ് 17:1 കാണുന്നത് അല്ലേ? നമ്മൾ വേഗത്തിൽ പറയുകയാണ്, ഞാൻ ഫലമില്ലാതെ പണിയുമെന്ന് ഉണ്ടാകത്തില്ല. ശക്തനായ ദൈവത്തിന് നാവായിരുന്ന വിശ്വസ്തനായ പ്രവാചകൻ, ദൈവം വിളിച്ച വിളിയിൽ ഓടിയ മനുഷ്യൻ, നിന്ന മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെ കുറെ കാലം ജീവിച്ചു വരുമ്പോ പറഞ്ഞതിന് ശേഷം ചോദിച്ചു, ഞാൻ കിട്ടും, എനിക്കിപ്പോ തിന്നാനോ കുടിക്കാനോ പ്രവചിച്ചാലിപ്പോ തിന്നാനും കുടിക്കാനും കിട്ടുന്നില്ല. പറഞ്ഞു ഗതികൊണ്ട് കരയിൽ പോയിരുന്നു, ഞാൻ കാക്കയുടെ കളിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ ഭക്ഷണം കിട്ടും. രാവിലെയും വൈകുന്നേരത്തും കാക്ക കൊണ്ട് എടുക്കുന്ന പറയുന്നത്. തോട്ടിൽ വെള്ളം കുടിച്ചു, നല്ല മാന്യനായ മനുഷ്യന് അപമാനിക്കപ്പെട്ട വെള്ളം കുടിക്കേണ്ടി വന്നു. മനസ്സിലായോ? അതിനകത്ത് ഞാൻ പിന്തുണയും പറയാമേ, ഒത്തിരി കാര്യം പലരോടത്ത് പറഞ്ഞാൽ ശരിയാകും. രണ്ടാമത് ചോദിച്ചു, ഇനി ഞാൻ തീരണം, നീ സാരത്തിൽ സീവോയിൽ പോകണം. ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. നോക്കിയാൽ പറയണം, യാത്ര വെള്ളമൊഴിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യുക? ഞാൻ അല്പം മാവ് വീട്ടിലുണ്ട്, കൊണ്ടുപോയി അതിനെ നമുക്ക് ചുട്ട് തിന്നിട്ട് മരിക്കായിരിക്കും. ഓ നല്ല, നീ മരിക്കുന്നത് വേണ്ട, ഒരു കാര്യം ചെയ്യും, ആദ്യം ആരെയും കൊണ്ടുപോകാം. കണ്ടോ, നമ്മൾ ചില ആളുകൾ കൊണ്ട് പറയില്ലേ, ഈ അവരോട് കൊണ്ടു തന്നിരിക്കുന്ന പോലെ ചോദിക്കുക. അതിന് രഹസ്യമുണ്ട്. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? അധികാരമുള്ളവൻ കൽപ്പിക്കും, അതങ്ങനെ സംഭവിക്കുകയും ചെയ്യും. വിധവ അനുസരിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. പറഞ്ഞു, ഇനി ശാപം തീരോളം നിന്റെ കലത്തിൽ എന്തിയത്തില്ല, മാവും കുഴയത്തില്ല, വെള്ളവും കുഴയത്തില്ല. അവിടെ മാത്രമല്ല ഭക്ഷിച്ചത്, അവിടെ ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും വലിയ സംഘമുണ്ട്. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞ് ആഹാരം ഓടി നടന്നപ്പോ, ഇത് എന്റെ വാമനിൽ പറയുകട്ടോ, ഓടി നടന്നപ്പോ ആളുകൾ അറിഞ്ഞു, സാധനത്തിലെ സീതോനിൽ വിധവയുടെ വീട്ടില് ഒരു കുറവുമില്ല. ആളുകൾ ഓടിക്കേറി അവിടേക്ക് അവിടെ ബന്ധവും സ്വന്തവും കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ കാണാൻ ഇവിടെ എന്താ പരിപാടി അറിയാമോ, ഇവിടെ ഒരു നല്ല മാസ്റ്റർ പ്ലാൻ നടക്കുന്നുണ്ട്. പക്ഷെ വിധവ കാര്യം തിന്നു കുടിച്ചു വന്നപ്പോ ദൈവത്തുള്ള ഭക്തിയും പോയി കാര്യങ്ങളൊക്കെ മാറും. പെട്ടെന്ന് ഒരു ദിവസം മോൻ കുഴഞ്ഞു വീണ ആളെ അത്ഭുതം എന്ന് പറയുക. ഞാൻ പാർവാശ ഉറച്ചു വാങ്ങിയിരിക്കുക. എന്റെ മോനെ കൊല്ലാനാണ് വന്നത് എന്നാ ചോദിച്ചത്. ആരോഗ്യ എടാ, ഇത്രയും കാലം തേച്ച് പോയി എല്ലാം വിട്ടു. ഈ ശാപകാലത്ത് തിന്നാനും കുടിക്കാനൊക്കെ കൊടുത്തേക്കാൻ പോയി, എന്നെ കൊല്ലാതെ കുഴപ്പമില്ല ചോദിച്ചു. ആ സ്വന്തം ഈ വാഹനെടുത്ത് മുകളിൽ മാളിക ഓടിക്കാത്ത മുകളിൽ താമസിക്കുന്നത്. സാരവത്തിലെ സീതോൻ എന്ന് പറയുന്നത് ആഹാബിന്റെ അമ്മായിയപ്പന്റെ വീട്ടിൽ തൊട്ടടുത്ത എന്ന് പറഞ്ഞാൽ എല്ലാ കുടിയിരിപ്പ് സ്ഥാപനം അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങൾ ക്രമീകരിച്ച് കൊട്ടാരത്തിലയക്കുന്നത്. ആ കുടിയിരിപ്പ് സാരവത്തിലെ സീതോനിൽ ചുമ്മാ തിന്നുപിടിച്ച് ഏരിയാവ് മാളിക ഓടിക്കകത്ത് കയറിയിരിക്കുകയല്ല, മാളിക ഓടിക്കകത്തേക്ക് ഇരിപ്പുണ്ട്. അവൻ 40 ദിവസം ശ്രദ്ധിച്ചോണം പിന്നത്തേതില്ല. ആ സമയം ഒന്നുമല്ല, ഈ സമയം എത്ര നാളെന്ന് പറയുന്നില്ല. ദൈവമേ ഒന്നോർക്കണം, അവന്റെ ജീവിതത്തിൽ ആ ദേശത്തിന്റെ മുഴുവൻ തന്ത്രങ്ങളെയും ആ ഭരിച്ചു നിൽക്കുന്ന സാധനത്തെയും ബലവാനെ പിടിച്ചു കെട്ടണമെന്ന് യേശു പറഞ്ഞതുപോലെ ബലവാനെ പിടിച്ചു കെട്ടുന്ന ഒരു ജോലി ആർക്കുണ്ടായിരുന്നു? ഏലിയാവിനുണ്ടായിരുന്നു. പക്ഷെ തിന്നു കുടിച്ചവർ അവർ കുടിച്ചിട്ട് പ്രാർത്ഥനയിൽ അടങ്ങിയാണ്. അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് ചിലപ്പോൾ സംഭവിക്കാം. ഒരാൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വയറോ പൊട്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും മക്കളെന്നോ പ്രിയപ്പെട്ടവരെന്നോ മരുമക്കളെന്നോ അമ്മയോ അപ്പനോ ആരൊക്കെ കരയും. ചിലരൊക്കെ തിന്നു കുടിച്ച് നല്ല മാറ്റി കണ്ടില്ലേ? ഇങ്ങനെ ഒരു വീടായിരുന്നു. ആര് താമസ വീട്? നിങ്ങളുടെ വീട് കാര്യമല്ല പറഞ്ഞത്. ഏരിയ താമസം സാധനത്തിലെ സീവ വീടിന്റെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് പ്രാർത്ഥിക്കാൻ സമയം കാണത്തില്ല, കൂടെ ഇരിക്കാൻ സമയം കാണത്തില്ല, സ്വന്തം പറയാൻ സമയം കാണത്തില്ല, ഒന്നിനും സമയം കാണത്തില്ല. അവരെന്താ നടക്കില്ല, അത് നല്ല വളപ്പാ. പക്ഷെ ഒരടി കിട്ടിയപ്പോ ഇപ്പൊ അവന് ചോദിക്കുകയാണ്, ഇവന്മാരെ പ്രാർത്ഥിക്കുന്നതൊന്നും ചെയ്തില്ല. പക്ഷെ ചോദ്യം ചെറുതായിരിക്കും വലുതായിരിക്കും. ഇങ്ങനെ പലതും കേട്ടാണ് ആളെ ഹൃദയം കൊണ്ടുവച്ചത് എടുത്തില്ല. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഏരിയാവിന്റെ കാര്യമാ. പുള്ളിക്കാരൻ മരിച്ചാലെയും പറഞ്ഞില്ല, അവൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 19 പുള്ളി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തില് പിന്നെ രഹസ്യം 17 പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ മുഴുവൻ അകത്തളപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ 17
അദ്ദേഹത്തിന് പറയാം, നീ ആകാവ് ദിനത്തിൽ വെളിപ്പെടുത്തണം. ഒബേദ്യാവ് വരികയാണ്. 100 പേരെ കൊണ്ട് 50 വീടായിട്ട് ഭക്തന്മാരെ യഹോവ ഭക്തനായത്. ഹല്ലേലൂയ, സ്തോത്രം. അതേ ഒബേദ്യാവ് സൂക്ഷിച്ച് കുബേരയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പറയുന്ന ഒബേദ്യാവിനോട് പറയുകയാണ്, നീ പോയി നിന്റെ യജമാനോട് പറയണം, ഏലിയാവ് വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞേ? നീ എന്നെ കൊല്ലാൻ നോക്കാനാണ് ചോദിച്ചത്. കാര്യം അറിയാമോ? ഈ മനുഷ്യൻ പ്രവാചകൻ, ഈ ബൈബിളിൽ ഉന്നതനിലേ ഉന്നതൻ, അവന്റെ മുകളിൽ അപ്പുന്നതും ജാഗരിക്കുന്നു. ഇങ്ങനെ പ്രവാചകന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു അധികാരമുള്ള, ആത്മനിയോഗമുള്ള, വിവേചനമുള്ള, കാഴ്ചപ്പാടുള്ള, എവിടുന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു. യേശു പറഞ്ഞില്ലേ, ഞാൻ എവിടുന്ന് വന്നെന്ന് എനിക്കറിയാം, ഞാൻ എവിടേക്ക് പോകുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നത്. പത്രോസേ, നീ എനിക്ക് ഇടർച്ചയാ, സാധാരണ പോടാ എന്ന് പറയാൻ കാരണമില്ല. മനസ്സിലായി ഇതുപോലെ ഏലിയാവിന് അറിയാം എന്താ മാസ്റ്റർ പ്ലാൻ എന്ന്. ഈ പുള്ളിക്കാരൻ കൊണ്ട് കാര്യങ്ങളെങ്കിലും പുള്ളിക്കാരൻ കൂടി നിരാശ അകത്തുവരെ ഓടിയേറ്റപ്പോൾ ഞാൻ ഇതുവരെ നീ പറയുന്ന ഒരു കാര്യം ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനായി പരിപാടി? അതുകൊണ്ട് അതാ പുള്ളിക്കാരൻ പറഞ്ഞത്, എനിക്ക് മരിച്ചാൽ മതി. ബാല്യക്കാരൻ കൊണ്ട് മരുഭൂമിയിൽ താമസിപ്പിച്ചു. ശരിയല്ലേ? ബർശേബ മരുഭൂമി. പുള്ളിക്കാരൻ കുറച്ച് മുമ്പോട്ട് പോയിട്ട് മരിപ്പാൻ ആഗ്രഹിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ മരിപ്പാൻ ആഗ്രഹിച്ച സുഖം ഉറക്കം കണ്ടോ? നമ്മളെ ഈ എടുത്ത തീരുമാനമൊക്കെ വിട്ടിട്ട് 2 കാര്യം ഉള്ളവരുടെ സുഖം ഉറക്കം. ഹലോ, കൂടെ ഉണ്ടോ? പ്രാർത്ഥിച്ചാലും സ്വന്തം പറഞ്ഞിട്ട് നാളെ 2 തീർത്ത് 2 പറഞ്ഞ സുഖം ഉറക്കം കിട്ടും. ചിലത് പറയാനല്ലേ കർത്താവുണ്ട്, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കണേ, കർത്താവിന്റെ വിഷയത്തിൽ വേദനയാണ്, ഇത്തിരി ആളുകൾ വേദനിപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കണം. ആ പരിപാടിയൊന്നുമില്ല. 2 ദിവസം പറയാം. അങ്ങനെ വിളിക്കാർ 2 വിടുന്നത് സുഖം പറയാൻ പറ്റി. പക്ഷേ ഈ സമയത്താണ് ദൂരൻ കരയിൽ ചുട്ട അടയും വെള്ളവുമായി ചേർന്നത്. മരുഭൂമിയിൽ 2 കിട്ടത്തില്ല, അവിടെ അടയും കിട്ടത്തില്ല, വെള്ളവും കിട്ടത്തില്ല. നേരത്തെ എന്താണ്? കൊട്ടാരത്തിലപ്പോ. രണ്ടാമതോ സാരവത്തിലെ സീതോനിലെ അങ്ങനെ തന്നെ സമയം അടയങ്ങനെ പറഞ്ഞു വെള്ളവും. ഇപ്പോഴോ ദൂരം കൊണ്ട് കൊടുത്തിട്ട് പറയാണ്, ഇതെന്ത് ഉറക്കം? ചിലർക്കണ്ടില്ല, നേരം കൊടുത്ത് 12 ആയിരിക്കത്തില്ല, ഭയങ്കര ഉറക്കം. ഇങ്ങനെ ഒരു ഉറക്കം ആക്കിയിട്ടിരിക്കുകയാണ്. 2 മാസത്തിലുള്ള ഞാൻ ഉറക്കം കിട്ടും. ഒരു കുട്ടി ഏറ്റല്ലോ ആ ഇഞ്ചക്ഷൻ ഉറങ്ങുകയല്ലേ, വൈകി കിടക്കുകയാണ്. അപ്പൊ അത് എഴുതിട്ടാ ചാടി എഴുതിക്കുന്നു. പുള്ളിക്കാരെ എഴുതിക്കുന്നത് നല്ല സുഖമാണ്. ഇതുവരെ ഇല്ലാത്ത പരിപാടി. ഇതുവരെ എവിടെയെങ്കിലും പോകണം, തിന്നാൻ കുടിക്കാനും നമുക്ക് തിന്നാൻ തന്നില്ല, കുടിക്കാൻ തോട്ടി പണി കുടിച്ചോളണം. പിന്നെ സാധനം വിളിച്ചു വാങ്ങിക്കണം, വെള്ളം കൊണ്ടുപോകാം, ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ദൂരെല്ലാം അടുത്ത് വെച്ചിരിക്കുക, ഇത് തിന്നു കുടിച്ചു കിടക്കുന്നതാണ് പുള്ളിക്കാരെ സുഖ പരിപാടി. ചില പിള്ളേർ അങ്ങനെയാണ്, തിന്നാൻ സമയം കഴിക്കും, തിന്നു കുടിക്കും, വീണ്ടും ഒറ്റയാണ്. അതൊരു സുഖം ശരിയല്ലേ? ചില വാക്കാണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ മരുഭൂമിയെ കുറിച്ചാണ് പറഞ്ഞത്. ആ മരുഭൂമിയിൽ ദൈവത്തിലെ ദൂരൻ അവൻ ആഹാരം കൊണ്ട് കൊടുക്കുക. ഇവൻ പിന്നെയും തിന്നു കുടിച്ചിടക്കെ 2ാം പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത് 8ാം വാക്യം വായിച്ചോ. അവൻ എഴുന്നേറ്റ് രണ്ടാമത് ആണയും വെള്ളവും കൊടുത്തു. ചിലർക്ക് അങ്ങനെയാണ്, ഒറ്റ പരിപാടി കൊണ്ട് വരത്തെ എത്തില്ല. ഞാൻ എഴുതുന്നില്ല, പിന്നെ സ്വാദാക്കി കൊടുത്തു. അവരെ കൊടുക്കും. അങ്ങനെയാണ്, അല്പം ദൂരത്ത് നടക്കാൻ കഴിയത്തില്ല, ഉറച്ചു കൊടുക്കും. ഡബിൾ കൂടുതൽ പറഞ്ഞു. ശരി, ഈ ചില ആൾ പറയല്ലേ, തിന്നാൻ കൊടുത്താൽ എന്ത് വേണോ പുള്ളിക്കാരെ ചെയ്തോ. ഈ കഴിഞ്ഞേ അതിൽ തിന്നാൻ കൊടുത്ത് നല്ല വായി കെട്ടി വെച്ചു കൊടുത്താൽ ചുവന്നുകൊണ്ട് നടക്കും. കണ്ടില്ലേ? ഈ പരിപാടിയല്ല അഭിഷേകം ഇരിക്കുന്നവരെ വല്ലതും കൊടുക്കാറുണ്ടല്ലോ, അവരോട് വല്ലതും പറഞ്ഞ് അനുസരിക്കുന്നതാണ്. അങ്ങനെ ഇവരോട് കൊടുത്തു, നീ പോലെ നടക്കണം. 40 പകലും
ഇതാ ഞാൻ പറഞ്ഞത്, മോശം പോലെങ്കില വിളിക്കാൻ ഇറങ്ങി വന്ന യഹോവ. ഇത്ര വലിയ ആടിനെ ചങ്ങോട്ട് ചെല്ലുമ്പോ മുൾപ്പടപ്പ് കത്തുന്നുണ്ട്. ഒരു ദർശനം വെളിപ്പെടുക. അക്ഷരാർത്ഥത്തിൽ ആശ്ചര്യമായി കണ്ണുകൊണ്ട്, ഭൗതിക കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രത്യക്ഷമായ ഒരു പ്രവൃത്തി. മുൾപ്പടപ്പ് കത്തുന്നുണ്ട്, ബന്ധുവായിരിക്കുന്നത് കണ്ടോ. ആത്മാവിൽ നടക്കുന്നവൻ, പറയുന്നത് അനുസരിക്കുന്നവൻ, കേൾക്കുന്നവരുണ്ടോ, അവന് വേണ്ടി ഒരു സമയം വരും. അതോ അവന് വേണ്ടി ഒരു സമയം വരും. അവന്റെ പേരിൽ വിളി വരും, അവന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് വരും. അവൻ ചെയ്തതൊക്കെ ഓർക്കും. അവിടെ വെച്ച് പറഞ്ഞോ, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. മോശെ നിന്റെ കഷ്ടപ്പാട് കണ്ടതല്ല പറഞ്ഞേ, പിന്നെ ഇവൻ കഷ്ടപ്പെട്ടത് അവരെ കണ്ടു. ഇവൻ വളരുന്നതെന്ന് അറിയാം, ഇവൻ ലഭിച്ച ഒത്തിരി പേരുകളെ അറിയാം. നല്ല യുദ്ധാഭ്യാസം ഉണ്ടെന്ന് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഇവനും യുദ്ധാഭ്യാസം ഉള്ളവൻ. ദാനിയേൽ കണ്ട 4 മഹാന്മാരെ 3 സംവത്സരം അവിടെ ഇട്ടത്. സ്വന്തം രാജാവ് കഴിക്കുന്ന ഭോജനം കൊടുക്കുന്നത് അവിടെ വിദ്യാഭ്യാസം വഴിയാണ്. രാജപ്രധാനത്തിൽ നിർത്തുമ്പോ നിന്റെ നാവിൽ അള്ളപ്പാടുണ്ട്, പ്രവചനമുണ്ട്. പക്ഷേ ലോകത്തിന്റെ ചില കാര്യങ്ങൾ അകത്ത് കയറ്റുന്നുണ്ടല്ലോ. നീ ലോകത്തിന് വേണ്ടി ജീവിക്കാനല്ല, നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ലോകത്തിന്റെ ചില കാര്യങ്ങൾ ഒരിക്കലും പറയാം. ലോകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, കാര്യങ്ങൾ നിന്നെ കൂടെ പഠിപ്പിച്ച് അതിന് ചേർക്കുന്നുണ്ടെങ്കിൽ ലോകത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരാൻ നിനക്ക് വിശേഷമായ ഒരു ട്രെയിനിങ് ഉണ്ടാകുകയാണ്. മനസ്സിലായില്ല? ആ വിശേഷ ട്രെയിനിങ് ലഭിച്ചതാണ് ശത്രു മേശം അവയത്തിനോ മോശ ഏരിയ. ഇനി നമുക്ക് അല്ലേ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. ഞാൻ നോക്കിയാണ് ഹല്ലേലൂയ. പ്രഭാത പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് 24-18 വായിച്ചു. പ്രഭാത പുസ്തകം 3:1. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ അവൻ നോക്കിയാറെ മുൾപ്പടമ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപ്പടമ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടമ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടു. നിന്റെ നടപ്പ്, നിന്റെ ജീവിതം, നിരാശ, അയക്കുണ്ടായ ഒരു ജീവിതയാത്രയിലുണ്ടായ പരാജയം, താളപ്പഴ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ കുഞ്ഞതാ വരുന്നുണ്ട്. മുൾപ്പടമ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. മോശെ നിർത്തുകയോ 24-ലേക്ക് പോകാം. 24-ാം അധ്യായം 12-ാം വാക്യം. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. മോശ പർവ്വതത്തിലായിരുന്നു. നേരത്തെ പറഞ്ഞ വാക്യം കിട്ടിയില്ല, ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. മോശ പർവ്വതത്തിലിരുന്നു. ഇവൻ നടന്ന് സഹിക്കണം. നേരത്തെ പോയ ആളുകളേക്കാൾ കണ്ണ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ണ് ശിക്ഷ പോലെ അനുഭവം തോന്നി പോലെ. ശരിയല്ലേ? അവര് തിരുന്നെങ്കിൽ ഇരിക്കാൻ അവസരം കൊടുത്തു. ഇവർ നടന്ന് രാത്രി പകലും ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, തിന്നാൻ ആഹാരമില്ല. ആ ഒറ്റ നേരത്തെ ആഹാരം കൊണ്ടാണ് പറഞ്ഞത്. അവന് ഡബിൾ 2 പ്രാവശ്യം കൊണ്ട് കൊടുത്തു. പക്ഷേ ഇവന്റെ ഈ യാത്രയ്ക്ക് ഒരു കുറവുമില്ല. ഏതൊരു പോലെ ശരിയാണ്. പക്ഷെ പിന്നത്തേതിൽ അവൻ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ദൈവം ഇങ്ങനെ ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അഭിഷിക്തന്മാരെ, പ്രവാചകന്മാരെ ഇങ്ങനെയൊക്കെ ഒരുക്കുന്നത്. ഞാൻ പറയാം, ബൈബിൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യമായി ബൈബിൾ സ്കൂളിൽ സ്ഥാപിക്കുന്നത് ഏലിയാവാണ്. 600,000 പേരെ
ഒരുമിച്ച് നടത്തിയ ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ അത് മോശയാണ്. ഭൂമിയിൽ വെച്ച് ഇന്നയോളം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിറക്കിൾ നടന്നത് മോശ ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറത്തപ്പോഴാണ്. അവിടെ പറയുന്നു അവരിൽ ഒരു ബലഹീനത ഉണ്ടായിരുന്നില്ല. അവരിൽ ഒരു ബലഹീനത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഇന്ന് മറക്കുള്ള ആരാൾ നടക്കുന്നുണ്ട് അല്ലെ? ശരിയല്ലേ? അതുപോലെ ഇത്രയും പേർ കൂടുന്ന ഒരു മറക്കിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ഭാവന കാണും. 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷവും ഒക്കെ ഇരിക്കുന്നിടത്തൊക്കെ നടക്കുന്ന ക്രൂസേഡുകളെ ഞാൻ കാണും. ഞാൻ അപ്പോഴും പറയും, അമ്മ നടന്നതുപോലെ ചൊറി ചെരങ്ങ് വ്യാധി ഒന്നും ആരുമില്ലല്ലോ. കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു ബലഹീനത ഉണ്ടായിരുന്നില്ല. മറ്റാർക്കില്ലാത്ത പരീക്ഷ മോശമുണ്ടായെങ്കിൽ മോശം ഉപയോഗിച്ചത് ഈ മാർഗത്തിലാണ്. മറ്റാർക്കില്ലാത്ത വെല്ലുവിളിയും പോരാട്ടവും ഉണ്ടായിരുന്നെങ്കിൽ അവനെ കരങ്ങളെടുത്ത് നാണ്യത്തിലാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മറ്റാർക്കുമില്ലാത്ത ഒറ്റപ്പെടലും മറ്റാർക്കുമില്ലാത്ത മുറിവും വേദനയുണ്ടെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന ആഴത്തിലാണ്. അപ്പൊ ഇതെല്ലാം പഴയ പോലെ. ശരി, നമുക്ക് വിടാം. പുതിയതിലേക്ക് പോകാം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 7, 8, 9 വായിച്ചോ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി അവനെ ഉണർത്തി. നടന്നു പോയപ്പോ നിലവില ഏത് വ്യാധിയും രോഗവും സൗഖ്യമാകും. അങ്ങനെ കൊണ്ടു കിടത്തിയ സകല സൗഖ്യമായി. പക്ഷെ ഈ മനുഷ്യന് പലപ്പോഴും പിടിച്ചു കാറായി. അപ്പോഴെല്ലാം ദൂരം ഇറങ്ങിയേ. എന്താ ഞാൻ പറയുന്നത്? നിന്റെ ശുശ്രൂഷ തകയാണ്. നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നു? അപ്പോഴെല്ലാം ദൂരം ഇറങ്ങിയത് പുള്ളിക്കാരനെ പുറത്തു. അടുത്തുള്ള ആഗ്രഹിച്ച് കാർ പഠിച്ചിരിക്കുക. നേരെ എടുത്തപ്പോ കാണാം അപ്പുറത്തെ കുന്നിൽ നിന്നും പത്രോസ് അവിടെ പ്രസംഗിക്കണം. വീണ്ടും പോയി ചെന്ന് വെള്ളം ഉണ്ടാക്കാൻ പതുക്കെ പിടിച്ചോണ്ട് വരിക. വീണ്ടും വെള്ളമാക്കി വീണ്ടും ദൂരമായി പിടിച്ചോണ്ട് പോകും. ഇവിടെ ഒന്നിനെയാണ് അവയെ വിളിച്ചാൽ കിടന്നു. പത്രോസെ എഴുന്നേൽക്ക്, അരകെട്ട്, വസ്ത്രം പതിക്ക്, ചെരിപ്പിട്ട് നിൽക്ക, എന്റെ പറയേ വാ. ഇതിലെ ഞാൻ പറഞ്ഞ കുഞ്ഞെ, നേരത്തെ ഏലിയാവിന് ആഹാരം കൊടുത്തെങ്കിൽ ഇവിടെ ആഹാരത്തില്ല. അവനെ ഒതുക്കി കിട്ടിയ മേഖലയിലെല്ലാം മുഖത്തെയും പൊട്ടിച്ചുകൊണ്ട് കാരണത്തെ ഇരുവാതിൽ സ്വയം തുറന്നെങ്കിൽ ഇവരെ നന്നാലും ചേവകരുള്ള 4 കൂട്ടത്തിൽ കാവലാക്കിയിട്ട് പ്രത്യേക കാവൽ പടയാളിയെ 2 പേരുടെ നടുവിൽ ഉറങ്ങുകാരുന്ന പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൂതമിറങ്ങിയപ്പോൾ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ കുറിച്ച് ഇസ്രായേലിന്റെ പരിപാലകൻ നമ്മൾ സേവിക്കുന്ന ദൈവം മയങ്ങാത്തവൻ ഉറങ്ങാത്തവനാണ്. ദൈവവേദനെ നീ ഏത് പരീക്ഷ ശോധനയെ കടന്നു പോയാലും സഹോദരനെ സഹോദരിയെ യൗവനക്കാരെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല. പത്രോസ് ഒരു സാധാരണ എന്നെയും നിങ്ങളെ പോലെ മത്സ്യം പിടിച്ചുള്ള മനുഷ്യന് വേണ്ടി ഭൂതനിറങ്ങി വന്ന് കാരാഗ്രഹത്തിൽ നടത്തുന്നവനെ എല്ലാ പ്രതിബന്ധങ്ങളെ അടിച്ച് അവിടെ പറയുന്നത് അമ്മയെ വെളിച്ചം കിടന്നപ്പോ ചങ്ങല അഴിഞ്ഞു വീഴുന്ന വെളിച്ചമാണ് കിടന്നത്. അപ്പൊ വെളിച്ചം എന്ന ഭാഷയിൽ പറഞ്ഞാൽ അവൻ ലോകം ഉണ്ടാക്കിയ ഇരുമ്പിന്റെ ഉള്ളതാ, അല്ലെങ്കിൽ ഉരുക്കുള്ള കൂട്ടിട്ടാൽ നിന്നെ അതിനെ ഉരുക്കി മാറ്റിയിട്ട് അറുത്തു മാറ്റിയിട്ട് പുറത്ത് നിൽക്കാൻ കഴിവുള്ളവരുണ്ട്. ലോകം എന്തൊക്കെ നിലനിർത്തുമ്പോൾ പേടിക്കരുത്. കാരണം ദൈവത്തിന്റെ സമയമായിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഉറങ്ങിപ്പോയാൽ നീ ആ സമയത്ത് മുറിവേറ്റ ഏരിയാവിനെ പോലെ ഉറങ്ങിയാലും മുറിവുള്ള പത്രോസിനെ പോലെ ഉറങ്ങിയാലും ഞാൻ പറയുന്നത് തട്ടി വളർത്താൻ ദൂരൻ വരും. നീ ചിന്തിക്കുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിച്ചതാണോ തെറ്റ്? ഞാൻ വിശുദ്ധി നിന്നാണോ തെറ്റ്? ഞാൻ ഇത്തിരി എണ്ണത്തെ ഒരുക്കി ഞാൻ എന്തെല്ലാം തെറ്റിച്ച് അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചതാ. ഞാൻ അതുകൊണ്ട് ലോകം വരുന്നതുകൊണ്ട് എന്തെല്ലാം നന്മകൾ നഷ്ടമായി, എന്റെ ജോലി നഷ്ടമായി, എന്റെ ജീവിത ഭാവി നഷ്ടമായി, ജീവിതം എല്ലാവരും നഷ്ടമായി, എത്രയോ
മാറ്റണമെന്ന്, നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച അവൻ ഏത് പരീക്ഷയും വെച്ച് മാറ്റാറുണ്ട്. പക്ഷെ അവൻ നിന്നെ താഴ്ത്തിയെങ്കിൽ നിന്നെ ഒരിക്കലും ഇന്നലേക്കാൾ താഴേക്ക് പോകത്തില്ല. നീ എത്രയോ 10 മടങ്ങായി വരും. അതാണ് ശത്രുദേശം അവൻ നോക്കി 10 മടങ്ങ് ആഴമുള്ളവരായിട്ടുണ്ട്. ഞാൻ പറയും 10 മടങ്ങ് ലോകത്തിന് കൊടുക്കുന്നതിനേക്കാൾ 10 മടങ്ങാ നിന്നെ ഉയർത്താൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ഇന്നലെ ഇങ്ങോട്ട് വന്നതാ, കണ്ടില്ലേ, ദേശം പിടിച്ചടക്കി എല്ലാം വാങ്ങിച്ചു കൂട്ടി, എല്ലാം വാരി കൂട്ടിയിരുന്നു. വെറുതെ അല്ല, 10 മടങ്ങ് അതിനെ അനുകരിക്കാൻ പോലെ 10 മടങ്ങ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കാണാൻ ദൂരന്മാർ ഊരിയ വാളുമായി ഇറങ്ങുന്നത്, എനിക്ക് കാണാൻ ചില അഗ്നി പ്രകാശങ്ങൾ വീഴുന്നത്, എനിക്ക് കാണാൻ ചില ഇടങ്ങളിൽ പ്രകാശത്തിന് തീയുടെ തീച്ചോര വീടിറങ്ങുന്നത്. പ്രാപിക്കാമെങ്കിൽ നീ പ്രാപിച്ചോ. ചിലത് തകർത്തു മുന്നേറുവാൻ കഴിയാതെ നിന്നെ ഒതുക്കി കെട്ടിയ വേദനയിൽ അന്യായ ബന്ധനങ്ങളെ അടിച്ചു കളയുന്ന അഭിഷേകത്തിന്റെ തീയുണ്ടല്ലോ, അതിപ്പോ അവിടെ ഇറങ്ങുകയാണ്. നിനക്ക് ആത്മാവിൽ കാണാൻ കഴിയും. നീ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചെന്ന് കയറിയാൽ ഞാൻ പറയട്ടെ, പിന്നെ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം നീ അവൻ അടിമയല്ല, നീ 10 മടങ്ങ് ഓടിയാണവനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏലിയാവ് സകല യാഗങ്ങളെയും സകല ഭോജനയാഗത്തിന്റെ സമയമായപ്പോൾ പോയി കളിയാക്കിയതായിരുന്നു. പറഞ്ഞുവാ, ഇസ്രായേലിലെ ഗോത്രജാതികളുടെ സംഖ്യയ്ക്കുള്ളവരുടെ 12 കല്ലെടുത്തു, യാഗപീഠം പണിതു. സ്തോത്രം. ഒരൊറ്റ വിളി തീയിറങ്ങിയതുപോലെ ഞാൻ പറയട്ടെ, ഇന്ന് പകലവിടെ തീയിറങ്ങാൻ പോവാ. തീയിറങ്ങുക ഇതിനകത്ത് വലിയ സാന്നിധ്യം ഉണങ്ങി നിൽക്കുന്ന വ്യക്തമായി കാണാം. ദൂരന്മാർച്ചോടൊപ്പം വരും. നിങ്ങൾ വീടുകൾക്ക് മുമ്പ് ദൂരന്മാർ പോയി ചില കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ വഴി കളഞ്ഞ്, തൊഴിൽ കളഞ്ഞ്, നിങ്ങൾക്ക് അപവാദം നന്മകൾ നഷ്ടപ്പെടുത്തിയ എല്ലാ മേഖലയിലും ഇന്ന് പകൽ ദൈവത്തിന്റെ കരം പറഞ്ഞു. നമ്മൾ ഇതിനെന്തോറും അല്ലെങ്കിൽ പാസ് എന്തോ ഇങ്ങനെയൊക്കെ പ്രശ്നമില്ലേ? ഞാൻ പറയും, പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ഈ മുസ്ലിമിലെ ഒരു വെളിപ്പാടുണ്ടായില്ല. ആ വെളിപ്പാടിൽ പറഞ്ഞ അകത്ത് കയറിയത് കർത്താവ് കേൾക്കിയതാണ്. ഞാൻ ആ കഴിഞ്ഞ ദിവസമായി രാത്രി പറഞ്ഞത് എന്നോട് അകത്ത് കർത്താവ് തെളിഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത പകൽ ഞാൻ അത് ചെയ്യും. ഇന്ന് പകലത്തേക്കുള്ളത് കർത്താവ് കഴിഞ്ഞ ദിവസം അറിയുന്നതാണ്. അതാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് പറയാൻ കഴിയും, ചിലതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഒരിക്കൽ പ്രാപിച്ചോ, ഞാൻ അധിക സമയം പ്രസംഗിക്കില്ല. ഈ കേട്ട വചനത്തിന്റെ ശക്തി ചില മേഖലകളിൽ, കുടുംബത്തിൽ, കൊട്ടാരമായാലും ശരി, വിട്ടേ മതിയാവും അതുപോലെ അവിടെ ഇറങ്ങി ചെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കാരാഗ്രഹത്തിലൂടെ പത്തോസിനെ പുറത്തുകൊണ്ടതുപോലെ ചെറുതേക്ക് പുറത്തുകൊണ്ടേക്കാം. സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകും. ജീവിതത്തിൽ ഓടിയിട്ട് ഒന്നും പ്രാപിക്കാൻ കഴിയാതെ നിരാശരായി ഒഴിഞ്ഞ പോക്കറ്റുമായി നടക്കുന്ന ചിലരുടെ ജീവിതത്തിൽ വഴികളും വാതിലുകളും തുറന്നുവരാൻ പോവാം. Praise the Lord. Praise the Lord. Praise the Lord. ജീവിതത്തിൽ ഇന്നയോളം നീ ഓടിയിട്ട് ഒരറ്റത്തും എത്തത്തില്ലെന്ന് നിരാശ പിടിച്ചു പോയ ചില ജീവിതങ്ങളെ ഇന്ന് പകൽ പ്രത്യാശ നൽകുന്ന ദൈവം ചിലരെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിച്ച നീ അറിയാത്ത മന്ന കൊണ്ട് ഘോഷിപ്പിക്കുന്നത് പറയുകയല്ല. ആ മന്നയുടെ ഉറവ തരാൻ പോകാതെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കൾ മന്ന കനാൻ ദേശത്തോളം ഭക്ഷിച്ചതുപോലെ ഈ ലോകത്തിൽ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നത് പോലെ നിനക്കൊന്നും ഒന്നും മുടങ്ങത്തില്ല എന്ന് ദൈവം പറയുക. നാളെ എന്റെ ജീവിതം എങ്ങനെയാണ്? കേട്ടോ, ഇന്നലത്തെ ഏറ്റവും ഭംഗിയായിരിക്കും. നീ പറയും എന്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ പറയും എന്റെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, വരുമാനമുള്ള ആളുകൾ പ്രശ്നം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയാണ് എന്റെ വിശ്വാസത്തിനെ പഠിപ്പിച്ച് ഉറപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് നല്ല പ്രവാചകൻ ആദ്യം കാക്കയാണ്, രണ്ടാമത് സാരവത്തിൽ വിധവയാണ്, മൂന്നാമത് ദൂതനാണ്. എന്താണ് നല്ല പ്രമാണി കൊട്ടാരത്തിൽ രാജാവ് കൽപ്പിക്കാൻ കൊണ്ടുകൊടുക്കുന്നത്? എന്താ അവൻ നാളെ പറയും നിന്നെ വളർത്തി ആക്കണം. മനസ്സിലായോ? മനസ്സിലായോ?
എന്റെ അകത്തുള്ളൊക്കെ കയറുന്നുണ്ടോ? ഞാൻ ചുമ്മാ ഉറപ്പ് പറഞ്ഞേ, ഒരു സാധനത്തിൽ വന്ന് പിടിച്ചിട്ടൊക്കെ കണ്ടോണ്ടിരിക്കുക. Praise the Lord. Praise the Lord. അയ്യോ, ഇന്നലെ കൊണ്ടുപോയേക്കാം. പതിമടങ്ങ് നിന്നെ കാണിച്ചെടുത്തുവാൻ അദ്ദേഹം പരിപ്പ് പച്ചവെള്ളം മരിച്ചത്, പക്ഷെ പതിമടങ്ങ് ആടുകളുള്ളവരാക്കി മാറ്റിയ ഒരു ദൈവം. എന്റെ ദൈവം, അവന് ഇസ്രായേലിന്റെ പരിവാരങ്ങൾ, അവന് അത്ഭുതങ്ങളുടെ ദൈവം, അവൻ മാറാത്ത ദൈവമാ, അവൻ മാറ്റമില്ലാത്തവനാ. നിന്നെ അനുഗ്രഹിച്ചുയർത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. ദൈവമായിട്ട് നിന്റെ സൂര്യനെ മാറ്റി നിന്റെ ഒഴിഞ്ഞ ഭാരതീയ ഉറവകളെ മാറ്റുവാൻ, എല്ലാ ഉറവകളിലും ചെന്നു നോക്കുവാൻ ഓരോ ധ്യാനം പറഞ്ഞയച്ചു. പക്ഷേ ഒരിടത്തും ഒന്നും ഇല്ലാതിരിക്കുമ്പോ ഏലിയാവ് വരുന്നുണ്ട്. ഏലിയാവ് വരുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ഏലിയാവ്. ഓ, ഞങ്ങളാവുന്ന വിളി നിന്റെ മേലുണ്ടോ? നീ എവിടെയൊക്കെ ശോധനയ്ക്കകത്ത് കയറിപ്പോയാൽ കുഞ്ഞെ, നീ കർത്തരെ നോക്കി നിലനിൽപ്പെടരുത്. മനുഷ്യനല്ലേ സാറേ, ഞാൻ ഒരിക്കലും വിശ്രമിക്കുന്നില്ല. പലപ്പോഴും പ്രസംഗിക്കുന്ന ഞാൻ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ഒരു കാര്യം, അല്പസമയത്തേക്ക് നിരാശ കഴിയത്തുള്ളൂ. ഒരു 5-10 മിനിറ്റ് ഇതിനകത്ത് ആത്മാവ് ചോദിക്കും, ഇന്നലെ ഞാൻ നടത്തിയില്ലേ? ആത്മാവ് വഴി വെച്ചുമ്പോൾ വഴി പറഞ്ഞു നടന്നോളൂ പറഞ്ഞ് ശബ്ദം കേൾക്കുമേ. ഇതേ കർത്താവ് ഏറിപ്പോയാൽ 5, 7, 2, 3 മിനിറ്റ് നടന്ന് തിരിച്ചു വരിക. പക്ഷേ ചില വിഷയങ്ങളിൽ 10 മിനിറ്റ് അധികം. ഒരിക്കൽ ഒരു ദിവസം മുഴുവൻ നിരാശനാക്കിയിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ ചർച്ച കൂട്ടുന്ന സമയം എന്റെ ഭാര്യ ഓടി പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം, ആദ്യത്തെ ബുദ്ധി ഇവിടെയൊക്കെ കൂടാറുള്ളത് ഇവിടെ ലൈസൻസ് ആണ്, അവിടെ ലൈസൻസും വേണ്ട, ആടച്ചു നടത്താം. ആ ഒറ്റ ദിവസം ഒരു പകൽ ഞാൻ നിരാശനായി. മനസ്സിലാവുക? അഭിഷേകമുള്ള നീ, വിളിയുള്ള നീ, തെരഞ്ഞെടുപ്പുള്ള നീ പിറ്റേ പകൽ എന്റെ വശം പറഞ്ഞാൽ ആത്മാവ് ശക്തമായി ഇറങ്ങി വന്ന് ചരിക്കിനെ കണ്ട ശുശ്രൂഷയും. എത്രത്തോളം നിരാശനായോ അത്രത്തോളം പ്രത്യാശ ദൈവമാണ് ശുശ്രൂഷ വിശാലമാക്കാൻ തുടങ്ങി. ഒരിക്കലും വരാത്തോ വരാൻ തുടങ്ങി. കൂടെ നിന്നവർ വിട്ടുപോയപ്പോ അകന്നിരുന്നവർ വരാൻ തുടങ്ങി. കുഞ്ഞെ, ഈ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്നെ കരുതേണ്ടവരെ കൊണ്ടുവരും, നിന്നെ പോറ്റേണ്ടവരെ കൊണ്ടുവരും, നിന്നെ പുരട്ടേണ്ടവരെ കൊണ്ടുവരും. അപ്പൊ ഞാൻ നിരാശ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഒരു നിമിഷം നിന്റെ അകത്ത് നിരാശ ഏതെങ്കിലും നീ ചോദിക്കണം, ഏയ് എന്റെ വിളിയുണ്ട്, അത് നിങ്ങൾ കഴിയണം. എന്റെ തിരഞ്ഞെടുപ്പുണ്ട്, എനിക്കൊരു വാഗ്ദത്തമുണ്ട്, എന്റെ ദൈവം വിളിച്ച തിരിച്ചു പറയാൻ കഴിയണം. തിരിച്ചു പറയാൻ കഴിയണം. ഒരുപക്ഷെ ഒന്നും പറയാൻ കഴിയാത്തവരായി പത്രോസിന്റെ ഉറങ്ങിയ ഭൂതൻ വന്നിരിക്കും. ഉറങ്ങിയ ഭൂതൻ വന്നിരിക്കും. ഞാൻ 1-2 കാര്യം കൂടി നോക്കണം. ഈ യേശുവിനെ നോക്കാൻ ചിന്തിക്കുക. യേശു അല്ലെ ഒന്ന് ചോദിക്കണം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 4-ാം അധ്യായം 1-2 വാക്യം. നമുക്ക് വേണ്ടി യേശുവാണല്ലോ ക്രൂശിൽ മരിച്ചത്. ഈ യേശുവിനെ കടന്നുപോയി നോക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നമ്മളെയും ചിലപ്പോഴൊക്കെ ഈ മേഖലയിൽ പേടിക്കരുത്. നമ്മളെ പറഞ്ഞത് മോശയെ കടത്തിവിട്ടിട്ട് പരീക്ഷിക്കുമ്പോൾ 600,000 പേരെ നടത്തുവാൻ ആത്മനിയോഗവും അധികാരവും അത്ഭുതങ്ങളും വടിയുമായി പുറത്തുകൊണ്ട് വരുന്നത്. വെല്ലുവിളി ഭയങ്കര കഷ്ടമായിരിക്കുമ്പോ ഈ ചരിത്രം തിരിച്ചു കുറിച്ച് തീരെ വിളിച്ചു വരുത്തിട്ടോ 450-400 തീർക്കുവാൻ ഒരു ആത്മനിയോഗമായി ഏലിയാവിനെ വന്നത്. സ്നാനപ്പെട്ട് കയറിയ യേശുവിന്റെ മേൽ ആത്മനിയോഗം വന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി 40 ദിവസം മരുഭൂമിയിലേക്കാണ്. മറക്കരുത്. അടുത്ത അവൻ 40 പകലും 40 ഉപവസിച്ച ശേഷം അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു
നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുമാൻ കൽപ്പിക്കാം എന്ന് പറഞ്ഞു. ഉപവാസമായിട്ട് ആരാ ശുശ്രൂഷയോട്? ദൂതന്മാരുടെ ശുശ്രൂഷയെ അല്ലെ? അങ്ങനെ എഴുതിയിട്ടില്ല. എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഒരു കാര്യം ചെയ്യാം. മർക്കോസ് വിശേഷം 1-ാം അധ്യായം 13 വാക്യം വായിച്ചു. മർക്കോസ് 1:13, ലൂക്കോസ് 4:2. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. കഴിഞ്ഞപ്പോ വേറെ പരീക്ഷ വന്നു. വിശക്കുന്നില്ലേ? വളരെ സ്നേഹത്തോടെ ചോദിച്ചേ. വിശക്കുന്നല്ലോ. ശരിയാ. പ്രാർത്ഥിക്കുമ്പോ ഒന്നും അറിയത്തില്ല. ഈ പ്രാർത്ഥനയുടെ ആളുകൾ കൊണ്ട് പോയി പരിപാടി ഒരു ശൂന്യത. അത് പ്രാർത്ഥന നടത്തുമ്പോൾ ശുശ്രൂഷ കൊണ്ടാകാറുണ്ട്. അവരെ ഇപ്പോ ഇത്തിരി ദിവസം ഒന്നും അറിഞ്ഞില്ല. 7 ദിവസം 15 ദിവസം 13 ദിവസം 10 ദിവസം 3 ദിവസം അല്ലെ? നമ്മൾ അത്രയൊക്കെ ഇരിക്കുന്നുള്ളൂ. ഒന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോ എന്തൊക്കെ ആവണമെന്നോ? കാരണം ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് കൂട്ടിയതാ. നിൽക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള ഭയമായിരിക്കും അല്ലെ? അത് പ്രാർത്ഥിച്ചു ആ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോ എല്ലാം നഷ്ടപ്പെട്ട ഒരു ശൂന്യത അല്ലെ? എന്തോ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പിന്നെ അവിടെ ഈ ദിവസം വരാം. അടുത്ത് എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ലൂക്കോസ് 4:2 ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവൻ കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു. സതീനെ ഞാൻ പറഞ്ഞു. അത് നമ്മുടെ പിതാക്കന്മാരായ 600,000 പേര് നയിച്ച മോശ ഒരു ഗോരയിൽ എത്ര സരിക്കേണ്ടി വന്നു? 40. അനുസരണക്കാരൻ വീണ്ടും ഒരു 40 ഇവിടെ ദൈവം പറഞ്ഞ് വിളിച്ചെടുത്ത് ദൈവത്താൽമീയുടെ പ്രവാചകനായിരുന്നു ഏലിയാവ്. ശരിയാണോ? ഈ ഏലിയാവ് എത്ര സരിക്കേണ്ടി വന്നു? നടക്കേണ്ടി വന്നു. അവൻ 20 ദിവസത്തേക്ക് പുള്ളിക്കാരൻ നടന്നു മാസവും വെള്ളമില്ലാതെ നടക്കേണ്ടി വന്നു. ശരിയാണോ? ബേഥേലിൽ, ശമര്യയിൽ ഇവിടെ എല്ലാം ബൈബിൾ സ്കൂൾ സ്ഥാപിച്ചത് 50 കൂട്ടത്തെ പ്രവാചകനാക്കി വാർത്തെടുക്കുന്നത് ഈ ഏലിയാവാണ്. രാജാവ് അഭിഷേകം ഈ ഏലിയാവാണ്. തനിക്ക് ശേഷം ഒരു എലിശേക്കാരൻ ആരെയും കൊണ്ടുപോയി പുതപ്പെട്ട് തിരിച്ചു പിടിക്കുന്നത് ഈ ഏലിയാവാണ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കില്ലാത്ത മനുഷ്യനുണ്ടോ? ആർക്കില്ലാത്ത ഒരു ശുശ്രൂഷകളുണ്ട്. ആർക്കില്ലാത്ത വേദനകളുണ്ടോ? ആർക്കില്ലാത്ത ഒരു മാന്യതകളുണ്ട്. ആർക്കില്ലാത്ത വെല്ലുവിളികളുണ്ടോ? ആർക്കില്ലാത്ത മാന്യതയും പദവിയും എഴുതി വെച്ചു. മറക്കരുത്. നീ ചിന്തിക്കും, എന്തിനാണ് ഇതെല്ലാം? എന്തിനാണ് ഈ കഷ്ടത? എന്തിനാണ് ഈ ശോധന? നിന്നെ പണി നല്ല പൊന്നാക്കണമെങ്കിൽ നിന്നെ ഒന്ന് അകത്ത് കയറ്റി വിട്ടാലേ പറ്റത്തുള്ളൂ. ഈ നമ്മൾ ഈ അഹങ്കാരം ഞാൻ ചെറുതൊക്കെ പറയും, പ്രാർത്ഥിക്കാനും പാടാനും പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അഹങ്കാരം പോകും. കണ്ടുണ്ടോ? ഞാൻ ചുമ്മാ ഒരുപാട് കൂട്ടത്തെ ഒരുക്കി കൊണ്ടുവരാൻ ഭാഗ്യ കർത്താവ് തന്നതുകൊണ്ട് കർത്താവിനെ അതിന്റെ മുമ്പിൽ നിർത്തിയതുകൊണ്ട് സ്വന്തം ഞാൻ ധൈര്യത്തോടെ പറയുക. ഞാൻ പറയാം, എന്നെ ഒരിക്കൽ എന്റെ റൂമിനകത്ത് പ്രാർത്ഥിക്കുവാണ്. നീ കൊല്ലനെ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഞാൻ കണ്ടുകൊണ്ട് അവൻ ഒരുപാട് ആയുധം തീർക്കുന്നുണ്ട്. നീ കാണുന്നുണ്ടോ? നല്ല മോശമായിരുന്നു. ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നവരെല്ലാം നല്ലതൊന്ന് ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും തിരിച്ചു വന്ന് കൊല്ലനെ വാങ്ങിച്ചത് അറിയാമോ? ഒരിക്കലില്ല. ഇതുപോലെ ആയിരിക്കും ലോകം നിന്നോട് കാണിക്കുന്ന ക്രൂരത. നീ പറന്നു പോകരുത്. എന്നോട് പറഞ്ഞത് ആത്മാവ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നെ ആരും ഇതാ ഞാൻ പറയാം, തമ്പുരെ അടിപ്പിക്കാൻ ആരും വരത്തില്ല. നല്ല മനസ്സിലായത് നിനക്ക്. കൊല്ലത്തിൽ പോയി എന്താ പലയിടത്തും മഴച്ചില്ല. അതോ തേഞ്ഞു പോയാൽ ഇപ്പൊ കട്ട് ചെയ്ത് കളയും. ലോലാക്കണ്ടേ? ഇതൊക്കെ ചെയ്യുന്ന ആളുകളോട് കൊള്ളാം പാസ് പറഞ്ഞുകൂടെ പോകും. ചുവച്ച് നമുക്കിട്ട് 2 തമ്മിൽ എന്തെങ്കിലും പരിപാടി
മനസ്സിലായവർക്ക് സ്വാഗതം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ പിടിച്ചെടുക്കുന്ന ചിലത് പുറത്ത് വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആരും മാനിക്കാനില്ലെങ്കിൽ, സ്നേഹിപ്പാനില്ലെങ്കിൽ, കരുതാനില്ലെങ്കിൽ ഒരു ദിവസം ഒരു കരുതൽ കാണും. അന്ന് അത് ഞാൻ പാട്ടോടെ പാടിക്കാം. വന്ന് കാണാൻ ആശയുണ്ട് എന്നവരും മേഘവാനിൽ കൊണ്ടുവരാനൊന്നുമില്ല നാഥ. ജീവിതമാണെന്നും എൻ്റെ ആരും, ജീവിതമാണെന്നും എൻ്റെ ആരും. സമയം തോന്നില്ല. ഒരു വായിച്ചോ വാക്യം ലൂക്കോസ് 4:2. ഒന്നും ഭക്ഷിച്ചില്ല. വിശന്നു. ഇവൻ സാഹചര്യങ്ങളൊക്കെ നോക്കി നല്ല സ്നേഹത്തോടെ നിങ്ങളുടെ ഏത് വിഷയത്തിലാണ് വ്യസനം പിടിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അതേ വിഷയത്തിൽ, നിങ്ങൾ ഏത് വിഷയത്തിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് അതേ വിഷയത്തിൽ ഭയങ്കര സ്നേഹം അടിച്ചു വരുന്ന സാധനമാണ് ഇവൻ. മറക്കരുത്. ആദ്യം നല്ല കാര്യം പാടി, പിന്നെ വല്ലാത്ത കാര്യം പാടി നിങ്ങളെ കൊല്ലിക്കും. അല്ലെ? കാലിൽ അപ്പാതി പറഞ്ഞു, അടുത്ത് പറഞ്ഞ് ചാവാൻ വേണ്ടി ചാടാൻ പറഞ്ഞു, പറഞ്ഞില്ലേ? അടുത്തത് പറഞ്ഞു നിങ്ങൾക്കുള്ള അധികാരം ആത്മജീവൻ കണ്ടെടുക്കാൻ പറഞ്ഞു, എന്നെ മോശിക്കാൻ പറഞ്ഞു. അതറിയോ? ചുമ്മാ പറഞ്ഞല്ലേ? അപ്പൊ നിങ്ങളെ ചോർത്താൻ വരുന്നതാണോ അതോ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നതാണോ? നിങ്ങളെ വീഴ്ത്തി തകർക്കുക. ഇതന്നെ നേരത്തെ പറഞ്ഞു. നമ്മൾ വാസവും പ്രാർത്ഥന വേണ്ടി റോഡ് തീരുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോഴാണ് അവിടെ ഒന്ന് തറവക്കി. അപ്പൊ അറിയാതെ ഒന്ന് ദേഷ്യപ്പെട്ടു, മോശം രക്ഷയേറി സംഗതി പോയി. ഇതുപോലെ നമ്മൾ ഗോപിച്ചു, സംഗതി പോയി. ഇങ്ങനെ എത്ര വർഷങ്ങളുള്ള പരാജയം, അല്ലെ? വർഷങ്ങളുള്ള പരാജയങ്ങൾ ഇന്നത്തെ ജയിക്കാൻ പോവാ. വർഷങ്ങളുടെ പരാജയത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പോവാ. വർഷങ്ങളായി മ്യൂച്വൽ രോഗി ജയിക്കാൻ പോവാ. വർഷങ്ങളായി ഒതുങ്ങി പോയവരെ വാങ്ങിക്കാൻ പോവാ. ചില വർഷങ്ങളായി നിങ്ങൾ പുറത്തു വരാൻ കഴിയാതെ എന്നെ സഹായിക്കാൻ ആരെങ്കിലും പറയുന്ന ചില വ്യക്തികളെ കരം പിടിച്ചിട്ട് എഴുതിക്കാൻ പോവുക. വർഷങ്ങളായി മുഴുവമായി ഒതുങ്ങി 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 ചിന്തിച്ച് ഓർത്ത് ഓർത്ത് കരഞ്ഞിരിക്കുന്ന ചില കണ്ണീരുകളെ ഇന്ന് പകർക്കോ കുറയ്ക്കാൻ പോവുക. ചില മുൻകരുന്ന കല്ലുകളെ ഉയർത്തിക്കളയാൻ പോവുക. നിന്റെ ഉയർച്ചയിലുള്ള താഴ്ത്തിവെച്ച ഇടത്ത് ദൈവത്തിന് നന്മകൾ തരാൻ പോവുക. എന്നോട് കഴിഞ്ഞ നിമിഷമാണ് പ്രമോഷൻ പറഞ്ഞു വെച്ച വേഗയിൽ പ്രമോഷൻ ഉണ്ടാകുമെന്ന് പറയാൻ പാടുള്ളൂ. എന്റെ പ്രമോഷൻ നമ്മെ തടയെങ്കിൽ അവിടെ നിനക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ധൈര്യമായി വിളിച്ചു ആത്മാവോട് പറയുകയായിരുന്നു. എനിക്ക് മനസ്സിലായി. അവനാ പറഞ്ഞത് ദൈവനോട് ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. ദൈവമേ, ഉയർച്ചകൾക്കെതിരെ നിൽക്കുന്ന ചില വെല്ലുവിളികളെ ഒതുക്കുവാൻ ദൂതന്മാർ ഇറങ്ങാൻ പോവുക. നമുക്ക് എഴുതിയിരിക്കാം. അവരോട് പറയാം, അപ്പാ ഞാനിതാ വരുന്നുണ്ട്. നിന്റെ വിളിക്കൊത്തവണ്ണം നിന്റെ വാക്കിന് വകയിറക്കിയ പത്രോസിനെ പോലെ പെരുത്തകൂട്ടം പിടിച്ചതുപോലെ ദൈവമേ, ഇന്നു പകൽ ഒരു പെരുത്തകൂട്ടം നിന്റെ വലയിൽ കയറുവാൻ, നിന്നെ കരങ്ങളിലേൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ കണ്ണുകൾ അടച്ചോ. ഓ ഏലിയാവ് എല്ലാം ചെയ്തു. ഹല്ലേലൂയ. 450 പ്രവാചകന്മാർ ഇസ്രായേൽ ദേശത്തെ പഠിച്ച നാമോട് എല്ലാം പേരിൽ തുടങ്ങി അനുവദിച്ച് തകർത്തു. ഹല്ലേലൂയ. പക്ഷേ അതിന്റെ നടുവിൽ ഒരു വെല്ലുവിളി സ്വന്തം ഉയരുകയാണ്. ഒരു ദൈവ